വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മുടെ ചാനലിൽ 500 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടോ. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് അങ്ങനെ വീഡിയോസ് ഒന്നും ഇടാറില്ല. ഇടയ്ക്ക് എപ്പോഴെങ്കിലും എനിക്ക് ഇടാറില്ല, കാരണം ലൈഫ് ഭയങ്കര ബിസി ആയതുകൊണ്ട് ഒട്ടും എനിക്ക് വീഡിയോസ് ഇടാൻ പറ്റാറില്ല. പക്ഷേ ഇന്ന് 500 സബ്സ്ക്രൈബേഴ്സ് ആയി. താങ്ക് യു സോ മച്ച്. സോ ഞാൻ ഇന്നൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോഴാണ് നെക്സ്റ്റ് വീക്ക് എൻ്റെ ആനിവേഴ്സറി ആണ്. അപ്പോൾ എൻ്റെ 5th ഇയർ ആനിവേഴ്സറി ആണ്. സോ വി ഹാവ് ബീൻ ലോങ് ഫോർ 5 years. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ കുറച്ച് ഗിഫ്റ്റ്സ് എൻ്റെ ഹസ്ബൻഡിന് വേണ്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു വൈ നോട്ട് ലെറ്റ് മീ ഷോ ഇറ്റ്. അങ്ങനെ വലിയ കോസ്റ്റ്ലി ആയിട്ടുള്ള ഗിഫ്റ്റ്സ് ഒന്നും അല്ല കേട്ടോ, ഭയങ്കര റീസണബിൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഗിഫ്റ്റ്സ് ആണ്. ഞാൻ നമ്മുടെ എഫേർട്ടും ലവും മാറ്റർ ചെയ്യുന്ന ആളാണ്. കാരണം നമ്മൾ കോസ്റ്റ്ലി ആയിട്ട് വാങ്ങിച്ചാലേ അത് ഗിഫ്റ്റ് ആവുള്ളൂ എന്ന് ഞാൻ ഒരിക്കലും വിചാരിക്കില്ല. നമ്മുടെ എഫേർട്ട്, നമ്മളുടെ ആൾക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്ന എഫേർട്ടാണ് അവിടെ ഇമ്പോർട്ടൻറ്റ് അല്ലേ. സോ നമുക്ക് എന്തൊക്കെയാണ് ഗിഫ്റ്റ്സ് നോക്കിയാലോ. പിന്നെ ഇതിൻ്റെ ലാസ്റ്റിൽ ഒരു സർപ്രൈസും കൂടി ഉണ്ട്. സോ സ്റ്റേ അലോങ് വിത്ത് മീ. സോ എൻ്റെ ഫസ്റ്റ് ഗിഫ്റ്റ് ആണ് ഈ ഫാസ്റ്റ് ട്രാക്കിൻ്റെ വാച്ച്. ഇതൊരു അനലോഗ് വാച്ചാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. നല്ല ക്ലാസി ആയിട്ട്, നല്ല ബ്രൗൺ സ്ട്രാപ്പൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് തോന്നുന്നു. നല്ലൊരു അനലോഗ് വാച്ചാണ്. പുള്ളിയുടെ അടുത്ത് മറ്റേ ഡിജിറ്റലേ ഉള്ളൂ, പക്ഷേ ഇത് നല്ല സൂപ്പർ ആയിട്ടുണ്ട്. നല്ല ഔട്ട്ഫിറ്റിൻ്റെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളിയാവും. സോ ഇതാണ് എൻ്റെ ഫസ്റ്റ് ഗിഫ്റ്റ്. നെക്സ്റ്റ് സെക്കൻഡ് വൺ ഈ ഒരു പെർഫ്യൂമാണ്. ഇത് വൈൽഡ് സ്റ്റോണിൻ്റെ എഡ്ജ് എന്ന് പറയുന്ന പെർഫ്യൂമാണ്. ഞാൻ കുറേ റിസർച്ച് ചെയ്തിട്ട് മേടിച്ചതാണ് കേട്ടോ. കുറേ റിവ്യൂസും കാര്യങ്ങളും യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടിട്ട് എല്ലാവരും ഇതിൻ്റെ സ്മെല്ല് നല്ല അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനിത് മേടിച്ചതാണ്. അത്യാവശ്യം നല്ല സ്മെല്ലാട്ടോ. നല്ല സ്മെല്ലാണ്. നല്ലൊരു നിങ്ങളുടെ ആൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ബോയ് ഫ്രണ്ടിന് അല്ലെങ്കിൽ ഹസ്ബൻഡിന്, ഫാദറിന്, ആർക്കെങ്കിലും ഞങ്ങൾ ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇത് ട്രൈ ചെയ്യാം. ഇതൊരു എഡ്ജാണ് കേട്ടോ ഇതിൻ്റെ എന്താ നെയിം. സോ ദിസ് ഇസ് വെരി വെരി നൈസ്, വെരി സ്ട്രോങ് സ്മെൽ. സോ ഇതാണ് എൻ്റെ സെക്കൻഡ് ഗിഫ്റ്റ്. അടുത്തത് ഇതാണ് ഒരു ടീഷർട്ടാണ്. അലൻസോളിയുടെ ടീഷർട്ടാണ്. ബ്ലാക്ക് ആൻഡ് യെല്ലോ കോൺട്രാസ്റ്റ് ടീഷർട്ടാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് പൊതുവേ എൻ്റെ ഏട്ടൻ ബ്ലാക്ക് ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. സോ വിത്ത് ദാറ്റ് യെല്ലോ കോൺട്രാസ്റ്റും കൂടി ആകുമ്പോൾ നല്ല കാണുന്നത് തോറും നല്ല ഒരു വൈബ്രൻറ്റ് ലുക്കാണ്. സോ ഇതാണ് എൻ്റെ തേർഡ് ഗിഫ്റ്റ്. പിന്നെ എൻ്റെ 4th ഉം 5th ഗിഫ്റ്റ്, ഇത് ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ നോക്കുമ്പോൾ നമുക്ക് ഡെയിലി യൂസ് ആയിട്ടുള്ള സാധനങ്ങൾ എന്തെങ്കിലും ആവാം. കാരണം വെറുതെ വാങ്ങി കൊടുത്തിട്ട് അത് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ കാര്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ വിചാരിച്ചപ്പോൾ ഞാൻ വാങ്ങിയ ഗിഫ്റ്റാണ് ഈ ഷോർട്സ്. 2 ഷോർട്സാണ്. അത്യാവശ്യം നല്ല ബ്രാൻഡ് ഏതാ നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിച്ചാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ആമസോണും ഫ്ലിപ്കാർട്ടെല്ലാം നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. ഇത് പക്ഷേ അത്യാവശ്യം നല്ല ബ്രാൻഡാണ്, നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ ഞാൻ 2 ഷോർട്സ് മേടിച്ചു. ഇതാണ് എൻ്റെ 4th ഗിഫ്റ്റ്. സോ ഞാനിത് വാങ്ങാൻ കാരണം, ആസ് ഐ സെഡ്, ആൾക്ക് നെസസിറ്റി ഉണ്ടായിരുന്നു. ലൈക്ക് അങ്ങനെ കുറേ ഡ്രസ്സൊന്നും വാങ്ങിക്കൂട്ടുന്ന ആളെ അല്ല. അപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെയാണ് ഷോപ്പ് ചെയ്യുള്ളൂ. അപ്പോൾ ഷോർട്സും കുറേ ആയി. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് വാങ്ങിച്ചു. അപ്പോൾ അതിങ്ങനെ വീട്ടിൽ യൂസ് ചെയ്യാൻ വേണ്ടി 2 ഷോർട്സ്. നെക്സ്റ്റ് ഗിഫ്റ്റ് വരാൻ പോകുന്നേ ഉള്ളൂ, ഓൺ ദി വേ ആണ്. അത് ട്രാക്ക് പാൻസ് ആണ്. അത് സാധാരണ നമ്മൾ ഷോർട്സും ട്രാക്ക് പാൻസ് ആണ് ഞാൻ ലാസ്റ്റ് 2ആയിട്ട് യൂസ് ചെയ്തത്. കാരണം അത് ഡെയിലി യൂസിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയതാണ്. കാരണം നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ 2 ഷോർട്സും 2 ട്രാക്ക് പാൻസും വാങ്ങിയിട്ടുണ്ട്. സോ ഇതാണ് എൻ്റെ 5 ഗിഫ്റ്റ്സ് ഫോർ മൈ 5 years ആനിവേഴ്സറി ടു മൈ ഹസ്ബൻഡ്. സോ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം ഞാനത് കൊടുത്തപ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷമായി. സോ അതല്ലേ നമുക്ക് വേണ്ടത്. നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സർപ്രൈസ് ആയിട്ട് കൊടുക്കുമ്പോൾ ആ ഒരു സന്തോഷം. സോ ദീസ് ആർ മൈ 5 ഗിഫ്റ്റ്സ്. ഇനിയാണ് ഒരു സർപ്രൈസ്. എനിക്ക് ഭയങ്കര സർപ്രൈസ് ആയതും എനിക്കും കിട്ടിയ ഒരു ഗിഫ്റ്റ്. അത് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. പൊതുവെ ഞാൻ ഒരിക്കലും വിചാരിക്കാത്ത ഗിഫ്റ്റായിരുന്നു. എനിക്കറിയാം എനിക്ക് എന്തെങ്കിലും കിട്ടും എന്ന് എനിക്കറിയാം. പക്ഷെ അത് ഇതാവുമെന്ന് എനിക്ക് വിചാരിച്ചില്ല. മേ ബി ഒരു ഡ്രസ്സ് അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഷോപ്പിംഗ് കൊണ്ടുപോകുന്നതായിരിക്കും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് അൺഎക്സ്പെക്റ്റഡ്ലി ഞാൻ വർക്ക് ചെയ്യുന്ന ടൈമിൽ എനിക്ക് കിട്ടി. ടൈറ്റൻ്റെ രാഗ വാച്ചാണ്. സോ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ലൈക്ക് ഇത്
ഇതിൻ്റെ കോസ്റ്റും ഇതൊന്നും അല്ല, പക്ഷെ എനിക്കത് സർപ്രൈസായിട്ട്, എനിക്ക് സർപ്രൈസസ് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. സോ എനിക്ക് സർപ്രൈസായിട്ട് തന്നപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയായി. സോ ടൈറ്റൻ്റെ രാഗ വാച്ചാണ്. സോ ഇതാണ് സാധനം. റോസ് ഗോൾഡിൻ്റെ. ഓ മൈ ഗോഡ്, ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. എനിക്ക് വാച്ച് ഉണ്ട്, എനിക്കിതുപോലെ ഡിജിറ്റൽ വാച്ച് ഉണ്ട്, പക്ഷേ ഞാനങ്ങനെ പൊതുവെ ചാർജ് ചെയ്യാറില്ല. അപ്പോൾ ഞാൻ പൊതുവെ യൂസ് ചെയ്യുമ്പോൾ ഞാൻ ബ്രേസ്ലെറ്റ് എന്തെങ്കിലുമൊക്കെ ആയിട്ടാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഓഫീസിൽ പോകുമ്പോൾ ഞാൻ സാധാ മീഷോ എന്നാണ് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഞാൻ ജസ്റ്റ് സാധാ വാച്ച് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറയും ചെയ്തു, പെട്ടെന്ന് കളർ പോകുന്നുണ്ടല്ലോ, ഒന്ന് വാങ്ങണം എന്ന് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ, വേറെ ഒന്നും ഞാൻ പറഞ്ഞു. എനിക്ക് വാങ്ങാനൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. സോ അങ്ങനെ എനിക്ക് വാച്ച് കിട്ടി. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. നല്ല ഒരു ക്ലാസി വാച്ചാണ്. നിങ്ങൾക്ക് ഓഫീസൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ കോളേജിൽ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന വാച്ചാണ്. കാണോ, അടിപൊളി. സോ ജസ്റ്റ് ഒരു ചെറിയൊരു പ്ലാൻ ചെയ്യാതെ എടുത്തൊരു വീഡിയോ ആണ്. കാരണം ഇന്ന് എനിക്ക് 500 സബ്സ്ക്രൈബേഴ്സ് ആയി. അപ്പോൾ 500 സബ്സ്ക്രൈബേഴ്സിൽ എനിക്ക് കിട്ടിയ കുറച്ച് സന്തോഷങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമല്ല. അതൊരു ഷോ ഓഫോ ഒന്നുമല്ല. ഓക്കെ, സോ എൻ്റെ ഇയറിങ്സ് എങ്ങനെയുണ്ട്? എൻ്റെ ചേച്ചി എനിക്ക് ഗിഫ്റ്റ് ചെയ്താണ് കേട്ടോ എൻ്റെ ബർത്ത്ഡേക്ക്. നല്ല അടിപൊളി ഇയറിങ്സ് ആണ്. സോ അങ്ങനെ. സോ ഞാൻ പറഞ്ഞു വന്നത് പെട്ടെന്ന് ഷോ ഓഫ് ഒന്നുമല്ല, എനിക്ക് കാണിക്കാൻ തന്നെ കുറച്ച് കാര്യങ്ങളാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ നിങ്ങളുടെ ലവ് വൺസിനെ ഗിഫ്റ്റ് കൊടുത്ത് സർപ്രൈസ് ചെയ്യാം. അങ്ങനെ പറഞ്ഞ പോലെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഗിഫ്റ്റ് ഒന്നും വേണ്ട ആവശ്യമില്ല. നമ്മൾ ഇട്ട എഫേർട്സ്, നമുക്ക് ആളെ പറ്റി നമ്മൾ റിസർച്ച് ചെയ്യും, എന്താണ് ഇഷ്ടം എന്താണ് ഇഷ്ടമില്ലാത്തതെന്നൊക്കെ നമ്മൾ റിസർച്ച് ചെയ്യും. അതൊക്കെയാണ് നമ്മുടെ എഫേർട്സ്. ആ എഫേർട്സ് മതി. ഇറ്റ്സ് മോർ ദാൻ എനഫ് അല്ലേ? സോ that's it, and that's it for today's video. See you in the next video. Bye.